ഹായ്, ദിസ് ഈസ് ജംഷീർ. വെൽക്കം ടു എ ടു സെഡ് ബിസിനസ് പ്രിൻസിപ്പിൾസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബിസിനസ്സിലെ പവർഫുള്ളായ 3 ഡബ്ല്യുകളെ കുറിച്ചാണ്. പഠിക്കാം നമുക്ക്. ബിസിനസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു കോമ്പറ്റീഷനാണ്. ഏത് ടഫായിട്ടുള്ള കോമ്പറ്റീഷനിലും നിങ്ങളെ പിടിച്ചു നിൽക്കാൻ സഹായിക്കുന്ന 3 ഡബ്ല്യുകളെ കുറിച്ച് നമുക്കിന്ന് ചർച്ച ചെയ്യാം. ഒന്നാമത്തെ ഡബ്ല്യു എന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റലാണ്. ഏതൊരു ബിസിനസ്സിൻ്റെയും മുന്നോട്ട് നയിക്കുന്നത് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ അവൈലബിലിറ്റിയാണ്. അതായത് ഒരു കാറിൽ നമ്മൾ എങ്ങനെയാണോ ഫ്യൂവൽ ഇല്ലാതെ വഴിമേൽ നിന്ന് പോകുന്നത്, അതേപോലെ ആയിരിക്കും വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ലാത്ത ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം. ഒരുപക്ഷെ പ്രോഫിറ്റ് ഇല്ലാതെ നമുക്ക് ബിസിനസ്സിനെ കുറച്ചു കാലം മുന്നോട്ട് കൊണ്ടുപോകാം. പക്ഷേ വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ലെങ്കിൽ ഏത് സമയത്തും നിന്ന് പോകാവുന്ന ഒരു സംഭവമാണ് ബിസിനസ് എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തെ ഡബ്ല്യു എന്നത് ഞാൻ ഉദ്ദേശിച്ചത് 3 പവർഫുള്ളായ ക്വസ്റ്റ്യൻസ് ആണ്. ഹൂ, വാട്ട്, വൈ എന്നാണ്. ഹൂ എന്നാൽ നിങ്ങളുടെ കസ്റ്റമർ ആരാണ്. വാട്ട് എന്നാൽ എന്ത് പ്രോഡക്റ്റോ സർവീസോ ആണ് നിങ്ങൾ വിൽക്കുന്നത് എന്നതാണ്. വൈ എന്നാൽ എന്തുകൊണ്ട് നിങ്ങളെ ആ പ്രോഡക്റ്റോ സർവീസോ കസ്റ്റമർ വാങ്ങണം എന്നുള്ളതാണ്. ഈ 3 ക്വസ്റ്റ്യനും നിങ്ങൾക്ക് വ്യക്തമായ ആൻസർ ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ ഡബ്ല്യു എന്ന് ഉദ്ദേശിക്കുന്നത് വെൽത്ത് ആണ്. ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റ് ജനറേഷനിൽ കൂടെ വെൽത്ത് ക്രിയേഷനാണ് അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വെൽത്ത് ക്രിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മുൻഗാമികൾ ഉണ്ടാക്കി വെച്ച വെൽത്താണ് നമ്മളിപ്പോഴുള്ള നമ്മളെ സൊസൈറ്റി അല്ലെങ്കിൽ നമ്മളെ ജനറേഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി ഫ്യൂച്ചറിലേക്ക് വരുന്ന നമ്മളെ നെക്സ്റ്റ് ജനറേഷന് വേണ്ടി നമ്മൾ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് കൂടി ബിസിനസ്സിൻ്റെ ഒരു അൾട്ടിമേറ്റ് ഗോളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതാണ്. അപ്പോൾ ബിസിനസ്സിൽ വർക്കിംഗ് ക്യാപിറ്റൽ എൻഷുർ ചെയ്തുകൊണ്ട് നമ്മളോട് തന്നെ നമ്മൾ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ട് അൾട്ടിമേറ്റ് ആയിട്ട് വെൽത്ത് ക്രിയേഷൻ ആവണം നമ്മുടെ ലക്ഷ്യം എന്നത്. താങ്ക് യു സോ മച്ച്. സ്റ്റേ കണക്റ്റഡ്. സീ യു സൂൺ.